ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വീഡിയോയുമായി വന്നിരിക്കുന്നത് നമ്മളെല്ലാവർക്കും അത്യാവശ്യമായിട്ട് വരുന്നതാണ് ജിമെയിൽ അക്കൗണ്ട്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയകളിലും അതേമാതിരി പല വെബ്സൈറ്റുകളിലും അതുപോലെ പല നമ്മളുടെ നിത്യ ആവശ്യങ്ങളിൽ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് ജിമെയിൽ അക്കൗണ്ട് നിർബന്ധമായിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇത് എല്ലാവർക്കും അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവാം, എന്നാലും അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. അവർക്കായിട്ട് ആണ് ഈ വീഡിയോ. അറിയുന്നവർ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുക. അറിയാത്തവർ ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അതിനായി നമ്മുടെ കയ്യിലുള്ള ഫോണിൽ നമ്മൾ ജിമെയിൽ ഓപ്പൺ ചെയ്യുക. അങ്ങനെ ജിമെയിൽ ഓപ്പൺ ചെയ്ത് വരുന്ന പേജിൽ നമ്മൾ മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ അടിയിലോട്ട് നോക്കിയാൽ നമ്മൾ ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ളത് കാണിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ അടിയിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും ഫോർ മൈ പേഴ്സണൽ യൂസ്, ഫോർ വർക്ക്, ഫോർ മൈ ബിസിനസ് എന്ന് ചോദിക്കും. ഇവിടെ ഞാൻ മൈ പേഴ്സണൽ യൂസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ഒരു ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കണം. ഞാനിവിടെ ഒരു ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ ഫസ്റ്റ് നെയിം അടിച്ചു കൊടുത്തു. അതിനുശേഷം ഒരു സർനെയിം അടിക്കണം. ഞാൻ സർനെയിം അടിക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ഞാനിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ്. ആദ്യം ഡേറ്റ് കൊടുക്കുക, അതിനുശേഷം മന്ത് കൊടുക്കുക, അതിനുശേഷം ഇയർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടിയിൽ നമ്മളെ ജെൻഡർ കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. നമുക്ക് അടിയിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. അതായത് നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. അതിൽ നമുക്ക് ഒന്ന് രണ്ട് മോഡലുകൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഞാനതിവിടെ ഞാനിവിടെ മുകളിലത്തെ ഒന്ന് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ നമ്മളൊരു സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം, ഒരു സ്മോൾ ലെറ്റർ വേണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം, നമ്പേഴ്സ് വേണം. ഇങ്ങനെയുള്ള ഒരു പാസ്വേഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്.
എന്നിട്ട് ഞാൻ നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ റിവ്യൂ യുവർ അക്കൗണ്ട്, അപ്പോൾ നമുക്ക് നമ്മളുടെ ജിമെയിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. അതിൽ ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ടേം ആൻഡ് കണ്ടീഷൻ വരും, അത് നമ്മൾ എഗ്രി കൊടുക്കുക. അപ്പോൾ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത്ര ഉള്ളൂ ഇതിൽ. നമ്മളെ പ്രൊഫൈൽ ഐക്കണൊന്ന് നോക്കിയാൽ നമുക്ക് ആ അക്കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും. നമ്മളൊരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. ബൈ.